ഏത് നിവാസികളാണ് ജോഷുവയെയും ഇസ്രായേൽ ജനത്തെയും തന്ത്രപൂർവ്വം സമീപിച്ചത്? എ. ഹിവ്യർ, ബി. ഹിത്യർ, സി. ഗിബെയോൻ. ഉത്തരം ഗിബെയോൻ. എന്തെല്ലാമായിരുന്നു ഗിബെയോൻ നിവാസികൾ പഴയ ചാക്കുകളിൽ കരുതിയിരുന്നത്? എ. വെള്ളി, ബി. സ്വർണ്ണക്കട്ടി, സി. ഭക്ഷണ സാധനങ്ങൾ. ഉത്തരം ഭക്ഷണ സാധനങ്ങൾ. ഗിബെയോൻ നിവാസികൾ സാധനങ്ങൾ എന്തിൻ്റെ പുറത്ത് കയറ്റിയാണ് കൊണ്ടുപോയത്? എ. ഒട്ടകത്തിൻ്റെ, ബി. കഴുതയുടെ, സി. കാളയുടെ. ഉത്തരം കഴുതയുടെ. എന്തു ധരിച്ചാണ് ഗിബെയോൻ നിവാസികൾ പോയത്? എ. കീറിപ്പറിഞ്ഞ വസ്ത്രവും പഴയ ചെരുപ്പും, ബി. മോടിയായ വസ്ത്രങ്ങൾ, സി. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു. ഉത്തരം കീറിപ്പറിഞ്ഞ വസ്ത്രവും പഴയ ചെരുപ്പും. ഗിബെയോൻ നിവാസികൾ കരുതിയ ഭക്ഷണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? എ. വിശിഷ്ടമായത്, ബി. സ്വാദിഷ്ടമായത്, സി. ഉണങ്ങിയതും പൂത്തതും. ഉത്തരം ഉണങ്ങിയതും പൂത്തതും. ഗിബെയോൻ നിവാസികൾ എങ്ങോട്ടാണ് പോയത്? എ. ഗിൽഗാലിൽ, ബി. ജെറിക്കോയിൽ, സി. ജോർദാനിൽ. ഉത്തരം ഗിൽഗാലിൽ. ഗിബെയോണിലെ ജനങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോയത്? എ. മോശയുടെ, ബി. ജോഷുവയുടെ, സി. ജനപ്രമാണികളുടെ. ഉത്തരം ജോഷുവയുടെ. ആര് ആരോട് പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം? എ. ജോഷുവ ആയിപ്പട്ടണ നിവാസികളോട്, ബി. ഗിബെയോൻ നിവാസികൾ ജോഷുവയോടും ഇസ്രായേലിനോടും, സി. ഇസ്രായേൽ ജന ഗിബെയോൻകാരോട്. ഉത്തരം ഗിബെയോൻ നിവാസികൾ ജോഷുവയോടും ഇസ്രായേലിനോടും. തങ്ങൾ ആരെന്നാണ് ഗിബെയോൻ നിവാസികൾ ജോഷുവയോട് പറഞ്ഞത്? എ. അടിമകൾ, ബി. വേലക്കാർ, സി. ദാസന്മാർ. ഉത്തരം ദാസന്മാർ. തങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നാണ് ഗിബെയോൻ നിവാസികൾ ജോഷുവയോട് പറഞ്ഞത്? എ. കർത്താവിൻ്റെ നാമം കേട്ട് വിദൂരത്ത് നിന്ന്, ബി. വിദൂരത്ത് നിന്ന്, സി. ഇസ്രായേലിൻ്റെ കീർത്തി കേട്ട്. ഉത്തരം കർത്താവിൻ്റെ നാമം കേട്ട് വിദൂരത്ത് നിന്ന്. വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? എ. കീറിത്തുന്നിയത്, ബി. പുതിയവ, സി. പഴകിയത്. ഉത്തരം കീറിത്തുന്നിയത്. ഏത് നിവാസികളാണ് തങ്ങൾ വിദൂര നിവാസികൾ എന്ന് പറഞ്ഞ് ജോഷുവയെ കബളിപ്പിച്ചത്? എ. ആയി നിവാസികൾ, ബി. ഗിബെയോൻ, സി. ജെറിക്കോ. ഉത്തരം ഗിബെയോൻ. ആരുടെ നിർദ്ദേശമില്ലാതെയാണ് ഇസ്രായേൽക്കാർ ഗിബെയോൻകാരുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നത്? എ. മോശയുടെ, ബി. കർത്താവിൻ്റെ, സി. ജോഷുവയുടെ. ഉത്തരം കർത്താവിൻ്റെ. എന്ത് സമാധാന ഉടമ്പടിയാണ് ഗിബെയോൻ നിവാസികളുമായി ജോഷുവ ചെയ്തത്? എ. അവർ മരിക്കുകയില്ല എന്ന്, ബി. അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന്, സി.
ഇസ്രായേലിന് ദാസ്യവേല ചെയ്യാൻ? ഉത്തരം: അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന്. എപ്പോഴാണ് ഗിബെയോൻ നിവാസികൾ തങ്ങളുടെ അയൽക്കാരും മധ്യേ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞത്? എ. ഉടമ്പടി ചെയ്ത് 3 ദിവസത്തിന് ശേഷം. ബി. ഉടമ്പടി ചെയ്ത ദിവസം. സി. പിറ്റേ ദിവസം. ഉത്തരം: ഉടമ്പടി ചെയ്ത് 3 ദിവസത്തിന് ശേഷം. എന്തുകൊണ്ടാണ് ജനപ്രമാണികൾ ഗിബെയോനിലെ ജനതയെ വധിക്കാതിരുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതുകൊണ്ട്. ബി. അടിമകൾ ആയതുകൊണ്ട്. സി. അയൽക്കാർ ആയതുകൊണ്ട്. ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതുകൊണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതുകൊണ്ട് അവരെ ഉപദ്രവിച്ചുകൂടാ എന്ന് ആരോട് പറഞ്ഞു? എ. ജോഷുവ ജനത്തോട്. ബി. ജനപ്രമാണികൾ ജനത്തോട്. സി. കർത്താവ് ഇസ്രായേലിനോട്. ഉത്തരം: ജനപ്രമാണികൾ ജനത്തോട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി അടിമവേല ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ജനത. എ. ഗിബെയോൻ. ബി. ബറോത്ത്. സി. ജഫീറ. ഉത്തരം: ഗിബെയോൻ. എന്തായിരുന്നു ജോഷുവ ഗിബെയോൻ നിവാസികളെ ഏൽപ്പിച്ച പണികൾ? എ. ദൈവത്തിൻ്റെ ഭവനത്തിൽ വിറക് വെട്ടാനും വെള്ളം കോരാനും. ബി. ആടുമാടുകളെ മേയ്ക്കാൻ. സി. ഭക്ഷണം പാകം ചെയ്യാൻ. ഉത്തരം: ദൈവത്തിൻ്റെ ഭവനത്തിൽ വിറക് വെട്ടാനും വെള്ളം കോരാനും. തങ്ങളോട് എന്ത് ചെയ്തു കൊള്ളാനാണ് ഗിബെയോൻ നിവാസികൾ ജോഷുവയോട് പറഞ്ഞത്? എ. ഇഷ്ടമുള്ളത്. ബി. ന്യായവും യുക്തവുമായത്. സി. എന്തും ചെയ്തു കൊള്ളാൻ. ഉത്തരം: ന്യായവും യുക്തവുമായത്. നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ ഭവനത്തിൽ എന്നും വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. ആരോട് പറഞ്ഞു? എ. ജോഷുവ ഗിബെയോൻ നിവാസികളോട്. ബി. കർത്താവ് ഇസ്രായേൽ ജനത്തോട്. സി. കർത്താവ് ജോഷുവയോട്. ഉത്തരം: ജോഷുവ ഗിബെയോൻ നിവാസികളോട്. അദോനിസേദേക്ക് എവിടുത്തെ രാജാവായിരുന്നു? എ. ഹെബ്രോൺ. ബി. ജെറിക്കോ. സി. ജെറുസലേം. ഉത്തരം: ജെറുസലേം. ആയി പട്ടണത്തേക്കാൾ വലിപ്പമുള്ളതും ശക്തന്മാരായ ജനങ്ങൾ ഉള്ളതുമായ പട്ടണം ഏതായിരുന്നു? എ. ജെറുസലേം. ബി. ജെറിക്കോ. സി. ഗിബെയോൻ. ഉത്തരം: ഗിബെയോൻ. ഹെബ്രോണിലെ രാജാവ് ആരായിരുന്നു? എ. ഹോഹാം. ബി. പിറാം. സി. ജഫിയ. ഉത്തരം: ഹോഹാം. ജഫിയ എവിടുത്തെ രാജാവായിരുന്നു? എ. ജെറുസലേം. ബി. ജെറിക്കോ. സി. ലാഖിഷ്. ഉത്തരം: ലാഖിഷ്. പിറാം എവിടുത്തെ രാജാവായിരുന്നു? എ. ഗിബെയോൻ. ബി. യാർമുദ്. സി. ജെറിക്കോ. ഉത്തരം: യാർമുദ്. അമോര്യ രാജാക്കന്മാർ ആരെ നശിപ്പിക്കാനാണ് തീരുമാനിച്ചത്? എ. ആയ് നിവാസികളെ. ബി. ഗിബെയോനെ. സി. ജെറുസലേമിനെ. ഉത്തരം: ഗിബെയോനെ. എന്തുകൊണ്ടാണ് ഗിബെയോനെ നശിപ്പിക്കാൻ അമോര്യ രാജാക്കന്മാർ തീരുമാനിച്ചത്?
എ. ഇസ്രായേലുമായി സമാധാന സന്ധി ചെയ്തതുകൊണ്ട്. ബി. ഇസ്രായേലിനെ സഹായിച്ചതുകൊണ്ട്. സി. അടിമവേല ചെയ്തതുകൊണ്ട്. ഉത്തരം ഇസ്രായേലുമായി സമാധാന സന്ധി ചെയ്തതുകൊണ്ട്. ഇവിടുത്തെ രാജാക്കന്മാരാണ് ഗിബിയോനെ നശിപ്പിക്കാൻ താവളമടിച്ചത്. എ. ജെറുസലേം. ബി. അമോര്യർ. സി. ജെറീക്കോ. ഉത്തരം അമോര്യർ. ജോഷുവ എവിടെയാണ് പാളയമടിച്ചിരുന്നത്? എ. ഗിൽഗാലിൽ. ബി. മക്കേദായിൽ. സി. ലാഗിഷ്. ഉത്തരം ഗിൽഗാലിൽ. മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യർ തങ്ങൾക്കെതിരെ പാളയമടിച്ചിരിക്കുന്നു എന്ന് ആരാണ് ജോഷുവയെ അറിയിച്ചത്? എ. ഹെബ്രോൻ നിവാസികൾ. ബി. ഗിബയോൻ നിവാസികൾ. സി. ലാഗിഷ് നിവാസികൾ. ഉത്തരം ഗിബയോൻ നിവാസികൾ. അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്നോടെതിരിടാൻ അവരിലാർക്കും സാധിക്കുകയില്ല. ആരോടാണ് കർത്താവ് പറഞ്ഞത്? ഗിബയോൻകാരോട്, ഇസ്രായേലിനോട്, ജോഷുവയോട്. ഉത്തരം ജോഷുവയോട്. കർത്താവ് ആരുടെ മുമ്പിലാണ് അമോര്യ രാജാക്കന്മാരെ ഭയവിഹുലരാക്കിയത്? എ. ജോഷുവയുടെ. ബി. ഇസ്രായേൽക്കാരുടെ. സി. ഗിബയോൻകാരുടെ. ഉത്തരം ഇസ്രായേൽക്കാരുടെ. ഇസ്രായേൽ അമോര്യരെ ഏത് ചുരത്തിലൂടെയാണ് ഓടിച്ചിറക്കിയത്? എ. അസേക്കായ്. ബി. ബെത്ഹോറോൺ. സി. മക്കേദായ്. ഉത്തരം ബെത്ഹോറോൺ. ചുരം ഇറങ്ങുമ്പോൾ കർത്താവ് അമോര്യരുടെ മേൽ എന്താണ് ചെയ്തത്? എ. കൊടുങ്കാറ്റയച്ചു. ബി. പേമാരി പെയ്യിച്ചു. സി. കന്മഴ പെയ്യിച്ചു. ഉത്തരം കന്മഴ പെയ്യിച്ചു. എവിടെ വരെയാണ് കന്മഴ പെയ്തത്? എ. മക്കേദായ്. ബി. അസേക്ക. സി. ഹെബ്രോൺ. ഉത്തരം അസേക്ക. കന്മഴ കൊണ്ട് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? എ. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് വധിച്ചവരേക്കാൾ. ബി. കുറേ പേർ. സി. പിന്തിരിഞ്ഞോടിയവരെല്ലാം. ഉത്തരം ഇസ്രായേൽക്കാർ വാളുകൊണ്ട് വധിച്ചവരേക്കാൾ. സൂര്യ, നീ ഗിബയോണിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. ആരാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? എ. ഗിബയോൻ ജനങ്ങൾ. ബി. ഇസ്രായേൽ. സി. ജോഷുവ. ഉത്തരം ജോഷുവ. ജോഷുവയുടെ പ്രാർത്ഥന ആരുടെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എ. ലേവ്യരുടെ. ബി. യാഷാറിൻ്റെ. സി. നിയമാവർത്തനത്തിൽ. ഉത്തരം യാഷാറിൻ്റെ. ആകാശമധ്യേ എത്ര ദിവസമാണ് സൂര്യൻ അസ്തമിക്കാതെ നിന്നത്? എ. 3 ദിവസം. ബി. 1 ദിവസം മുഴുവനും. സി. 6 ദിവസം. ഉത്തരം 1 ദിവസം മുഴുവനും. യുദ്ധത്തിന് ശേഷം ജോഷുവയും ഇസ്രായേലും എങ്ങോട്ടാണ് തിരികെ പോയത്? എ. ഗിൽഗാലിലേക്ക്. ബി. ജെറുസലേമിൽ. സി. ഗിബയോണിൽ. ഉത്തരം ഗിൽഗാലിലേക്ക്.
ഗുഹയിൽ ഒളിച്ചിരുന്ന രാജാക്കന്മാർ എത്ര പേരായിരുന്നു? എ 12, ബി 5, സി 10. ഉത്തരം 5. എവിടെയുള്ള ഗുഹയിലായിരുന്നു രാജാക്കന്മാർ ഒളിച്ചിരുന്നത്? എ ബെത്ഹോറോൻ ചുരത്തിൽ, ബി മക്കേദായിലെ ഒരു ഗുഹയിൽ, സി കിന്നരോത്ത് താഴ്വരയിൽ. ഉത്തരം മക്കേദായിലെ ഒരു ഗുഹയിൽ. ഗുഹാമുഖം എന്തുകൊണ്ട് അടച്ചാണ് ജോഷുവ രാജാക്കന്മാർക്ക് കാവലേർപ്പെടുത്തിയത്? എ ശക്തരായ ആളുകളെ നിർത്തി, കല്ലുകൾ ഉരുട്ടിവെച്ച്, സി പാളയമടിച്ച് കാവലിരുന്നു. ഉത്തരം കല്ലുകൾ ഉരുട്ടിവെച്ച്. ശത്രുക്കളെ തോൽപ്പിച്ച ശേഷം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി എത്തിയത് എവിടെയാണ്? എ ഗിൽഗാലിൽ, ബി മക്കേദായിൽ, സി ഗിബയോണിൽ. ഉത്തരം മക്കേദായിൽ. ജോഷുവ എന്ത് പറഞ്ഞാണ് യോദ്ധാക്കന്മാരെ ധൈര്യപ്പെടുത്തിയത്? എ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാൻ, ബി ഭയപ്പെടാതിരിക്കാൻ, സി കർത്താവിൽ ആശ്രയിക്കാൻ. ഉത്തരം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാൻ. അമോര്യ രാജാക്കന്മാരോട് ജോഷുവ എന്താണ് ചെയ്തത്? എ മലയിടുക്കിലേക്ക് എറിഞ്ഞു, ബി വാളിനിരയാക്കി, സി അടിച്ചുകൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കി. ഉത്തരം അടിച്ചുകൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കി. മക്കേദായ്ക്ക് ശേഷം ഏത് പട്ടണമാണ് ജോഷുവ പിടിച്ചെടുത്തത്? എ ലിബ്ന, ബി നെഗേവ്, സി ദബീർ. ഉത്തരം ലിബ്ന. ഗേസറിലെ രാജാവ് ആരായിരുന്നു? എ ജെഫിയ, ബി ഹോരാം, സി പിറാം. ഉത്തരം ഹോരാം. ജോഷുവയും ഇസ്രയേലും ഏത് പട്ടണമാണ് ലാഖിഷിന് ശേഷം പിടിച്ചെടുത്തത്? എ ലിബ്ന, ബി എഗ്ലോൺ, സി നെഗേബ്. ഉത്തരം എഗ്ലോൺ. ആരുടെ കൽപ്പന അനുസരിച്ചാണ് എല്ലാ ജീവികളെയും ഇസ്രായേൽ നശിപ്പിച്ചത്? എ ജോഷുവയുടെ, ബി കർത്താവിൻ്റെ, സി പ്രമാണികളുടെ. ഉത്തരം കർത്താവിൻ്റെ. മദോനിലെ രാജാവ് ആരായിരുന്നു? എ യോബാബിൻ, ബി യാബിൻ, സി ഹോരാം. ഉത്തരം യോബാബിൻ. യാബിൻ എവിടുത്തെ രാജാവായിരുന്നു? എ ഹാസോർ, ബി ഗേസർ, സി ലാഖൂർ. ഉത്തരം ഹാസോർ. കിഴക്ക് പടിഞ്ഞാറൻ ജനത ആരായിരുന്നു? എ ഫിലിസ്ത്യർ, ബി ഹിത്യർ, സി കാനാന്യർ. ഉത്തരം കാനാന്യർ. മിസ്പ ദേശത്ത് ഹെർമോൻ താഴ്വരയിൽ വസിച്ചിരുന്ന ജനം ആരായിരുന്നു? എ ജബൂസ്യർ, ബി ഹിവ്യർ, സി പെരീസ്യർ.
ഉത്തരം ഹിവ്യർ. ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് രാജാക്കന്മാർ ഏത് നദിയുടെ തീരത്താണ് പാളയമടിച്ചത്? എ. നൈൽ, ബി. മെറോം, സി. കാദേശ്. ഉത്തരം മെറോം. അവരെ ഭയപ്പെടേണ്ട, നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ആരാണ് ഇത് പറഞ്ഞത്? ആരോട്? എ. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു. ബി. ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. സി. കർത്താവ് ഇസ്രായേൽ ജനത്തോട്. ഉത്തരം കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു. യാബിനെയും കൂട്ടരെയും ഇസ്രായേൽ കിഴക്കോട്ട് ഓടിച്ചിറക്കിയ താഴ്വര. എ. ബിത്ഹോരോൻ, ബി. ലിബ്ന, സി. മിസ്പ. ഉത്തരം മിസ്പ. രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്ന രാജ്യം. എ. ഹോബ്രോൺ, ബി. ദബീർ, സി. ഹാസോർ. ഉത്തരം ഹാസോർ. ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ഇസ്രായേൽ അഗ്നിക്കിരയാക്കിയ ഏക രാജ്യം. എ. നാഫ്തോർ, ബി. ഹാസോർ, സി. ഷിമ്രോൺ. ഉത്തരം ഹാസോർ. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കൾ ഒഴികെ ഇസ്രായേൽ എന്താണ് സ്വന്തമാക്കിയത്? എ. വെള്ളിപ്പാത്രങ്ങൾ, ബി. കന്നുകാലികൾ, സി. ഒട്ടകങ്ങൾ. ഉത്തരം കന്നുകാലികൾ. കർത്താവ് ആരോട് കൽപ്പിച്ചതുപോലെയാണ് ജോഷുവയോടും കൽപ്പിച്ചത്. എ. അബ്രഹാം, ബി. മോശ, സി. യാക്കോബ്. ഉത്തരം മോശ. ജോഷുവ എത്ര നാളാണ് രാജാക്കന്മാരോട് യുദ്ധം ചെയ്തത്? എ. വളരെ നാൾ, ബി. 4 വർഷം, സി. 6 വർഷം. ഉത്തരം വളരെ നാൾ. ഗിബെയോൻ നിവാസികളായ ഏത് ജനതയായിരുന്നു ഇസ്രായേലിനോട് സമാധാന സന്ധി ഉണ്ടാക്കിയത്? എ. കാനാന്യർ, ബി. ഹിവ്യർ, സി. ജബൂസിയർ. ഉത്തരം ഹിവ്യർ. ഇസ്രായേലിലും മലമ്പ്രദേശത്തും വസിച്ചിരുന്ന ജനത ആരായിരുന്നു? എ. അനാക്കിമുകൾ, ബി. ഹിവ്യർ, സി. പെരീസ്യർ. ഉത്തരം അനാക്കിമുകൾ. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ പിടിച്ചെടുത്ത ദേശമെല്ലാം ജോഷുവ എന്താണ് ചെയ്തത്? എ. ഗോത്രത്തലവന്മാരെ ഏൽപ്പിച്ചു, ബി. ഗോത്രമനുസരിച്ച് അവകാശമായി നൽകി, സി. പൊതുവായി സൂക്ഷിച്ചു. ഉത്തരം ഗോത്രമനുസരിച്ച് അവകാശമായി നൽകി. ഹേഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവ് ആരായിരുന്നു? എ. സീഹോൻ, ബി. പിറാം, സി. യാബിൻ. ഉത്തരം സീഹോൻ.
അർണോൺ താഴ്വരയുടെ അരികിലുള്ള പ്രദേശം ഏതായിരുന്നു? എ. അരാബ, ബി. കിന്നരോത്ത്, സി. അരോവേർ. ഉത്തരം ആരോവേർ. റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന രാജാവ് ഏത്? എ. യോഹാം, ബി. ഓഗ്, സി. യാബിൻ. ഉത്തരം ഓഗ്. ഓഗിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ആ പ്രദേശം ആർക്കാണ് അവകാശമായി നൽകിയത്? എ. റൂബൻ ബേഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർത്ഥഗോത്രത്തിനും, ബി. റൂബൻ ബേഗാദ് ഗോത്രത്തിന്, സി. മനാസയുടെ അർത്ഥഗോത്രത്തിന്. ഉത്തരം റൂബൻ ബേഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർത്ഥഗോത്രത്തിനും. എത്ര രാജാക്കന്മാരെയാണ് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയത്? എ. 45, ബി. 21, സി. 31. ഉത്തരം 31.